തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വൻ വിജയത്തിൽ ആഹ്ലാദ പ്രകടനവുമായി ബിജെപി പഴയന്നൂർ ഏരിയ കമ്മിറ്റി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമായി ബിജെപി പഴയന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശേഷം ഭാരതീയ ജനതാ പാർട്ടി NDA ഭാരതത്തിൽ അധികാരത്തിലേറുകയുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ആശയം അഴിമതിരഹിത ഭരണവും സത്യസന്ധത പുലർത്തിയിട്ടുള്ള പ്രവർത്തനവുമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. ആ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി NDA അധികാരത്തിലെത്തിയത്. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാൻ കഴിയും, ആ ഉപതെരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ ഇവിടെ വലിയ രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തി. ഭാരതീയ ജനതാ പാർട്ടി ഹരിയാനയിൽ ആ 1-2 മണിക്കൂറുള്ള വിശകലനമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഭാരതീയ ജനതാ പാർട്ടി ഹരിയാനയിൽ ഭരണം നഷ്ടമായി, അവിടെ പിഴുതെറിഞ്ഞു പോയി എന്നുള്ള കഴിഞ്ഞ് വലിയ രീതിയിലുള്ള മുന്നേറ്റത്തോടെ തിരിച്ചു വരവ് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും വന്നിട്ടുള്ളത്. ഇവിടെയും ഡൽഹിയിലെ ജനത, പ്രത്യേകിച്ച് ആ അധികാരത്തിന്റെ കേന്ദ്രഭരണ പ്രദേശമായ ആ ഡൽഹിയിലെ ആ ജനത, ആ വർഗത്തോടുള്ള അവഗണന ഇന്ന് ഇതാ പോളിംഗ് ബൂത്തിലൂടെ പോയി അതിന്റെ വിജയത്തിന്റെ ദിവസമാണ്. മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, ഏരിയ പ്രസിഡന്റ് സഞ്ജിത് തങ്കപ്പൻ, ജനറൽ സെക്രട്ടറി R മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് വിജയകുമാർ, OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് നന്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നരേന്ദ്രമോദിക്ക് എതിരാളി എന്ന് അവർ സ്വയം വിശേഷിപ്പിച്ച് അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ വന്ന കെജ്രിവാള് തന്റെ ഭരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ, ഈ ഭാരതത്തിലെ ഏറ്റവും നല്ല ഭരണമാണെന്ന് അഹങ്കാരത്തോടുകൂടി ഡൽഹി ഭരിച്ച കെജ്രിവാൾ ഇന്ന് തോറ്റ് തുന്നം പാടിയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി നരേന്ദ്രമോദിക്ക് ഇന്ന് ഇന്ത്യയിൽ ഒരു എതിരാളിയില്ല. അങ്ങനെ ഒരു എതിരാളി ഉണ്ടെങ്കിൽ ആ എതിരാളി ഇനി ജനിക്കാൻ പോണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിജയം ഇന്ത്യയിലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഒരു സൂചനയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിച്ച് അവരോട് നുണകളും അപവാദങ്ങളും പ്രചരിപ്പിച്ച് ഒരുപാട് നാൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഉത്തമമായ സൂചനയാണ് ഇന്ന് ഡൽഹിയിൽ സംഭവിച്ചത്. CCV ന്യൂസ്, പഴയന്നൂർ.